ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പപ്പായയുടെ കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ പപ്പായക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പായ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഗ്രേറ്ററാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചീവി എടുക്കണം. അപ്പോൾ ഗ്രേറ്ററിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ട് ചോപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൾസ് ബട്ടണിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ പപ്പായ ഇവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നാടൻ കറിയായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് നോക്കുക. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന പപ്പായയുടെ അളവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകുമാണ് ചേർക്കണത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വരണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പപ്പായയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പപ്പായ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പപ്പായ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒതുക്കി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പപ്പായ വേവണ വരെ ഒന്ന് വേവിച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഒരു പപ്പായ ഉപ്പേരിയാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ പപ്പായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക്